Hello, everyone, and welcome back. Today, we are going to discuss Dr. Samuel Johnson, and again, he's been included in a paper, Literary Criticism, and yeah, it's in fourth semester of Calicut University. And talking about Johnson, എല്ലാ മേഖലകളിലും തിളങ്ങി നിന്നൊരു വ്യക്തിത്വമായിരുന്നു. He was a playwright, poet, and essayist, critic, biographer, editor, and lexicographer. Lexicographer means somebody who is associated with this dictionary. Johnson's dictionary is very popular. His critical works were mainly published as essays in the Rambler, and it's a twice weekly periodical. ഈ ഒരു പീരിയോഡിക്കൽ അദ്ദേഹത്തിൻ്റെ കുറേ ക്രിട്ടിക്കൽ വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ളത്. His remarks on poetry were found in Rasselas, his only long fiction, which he wrote in 1759. Apart from these, Johnson wrote his critical remarks in the preface to the plays of Shakespeare and in the lives of the poets. സോ അദ്ദേഹം ഒരുപാട് വർക്ക്സ് ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ ഐഡിയാസ് പോലും നമുക്ക് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫിക്ഷനിൽ നിന്നാണ്. റസലാസ് എന്ന് പറയുന്ന ഫിക്ഷനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്രിട്ടിക്കൽ ഐഡിയാസ് പോലും നമുക്ക് കിട്ടുന്നത്. ആൻഡ് പിന്നെ നമുക്ക് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ നിന്നും, അതുപോലെ ലൈഫ്സ് ഓഫ് ദി പോയിറ്റ്സ്, ലൈഫ്സ് ഓഫ് ദി എമിനൻ്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ നിന്നുമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ ഐഡിയാസ് കൂടുതൽ നമുക്ക് ലഭിക്കുന്നത്. ഇതൻ സാമുവൽ ജോൺസനെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിനെ പറയുന്ന ഒരു പേരാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹി വുഡ് ലൈക്ക് ടു മേക്ക് എ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഓഫ് റൈറ്റേഴ്സ്. ഇപ്പോൾ റൈറ്റേഴ്സിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് അവർ ജീവിച്ച സാഹചര്യമൊക്കെ പരിശോധിച്ച് അതിനനുസരിച്ച് ആ റൈറ്റേഴ്സിനെ ജഡ്ജ് ചെയ്യുന്ന ഒരു രീതിയാണ് ജോൺസൺ സ്വീകരിച്ചിരുന്നൊരു രീതി, അദ്ദേഹത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ജോൺസൺ, ലിറ്ററേച്ചർ ഹാസൻറ്റ് any fixed pattern or form, but the writer's age and environment should be reflected in it. So, ഇദ്ദേഹം വിശ്വസിക്കുന്നു, ഒരു എഴുത്തുകാരൻ ഏത് കാലഘട്ടത്തിലാണോ എഴുതുന്നത് ആ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന വർക്ക്സാണ് നല്ല വർക്ക്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ടു അണ്ടർസ്റ്റാൻഡ് ഓർ ജഡ്ജ് ദി ക്വാളിറ്റി ഓഫ് ആൻ ഓഥർ, he says, we must transport ourselves to his time and examine what were the wants of his contemporaries and what were his means of supplying them. സോ ഒരു ഓഥറെ മനസ്സിലാക്കാൻ, നമ്മൾ ഒരു റൈറ്ററെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ അയാളുടെ കാലഘട്ടത്തേക്ക് നമ്മൾ പോകണം എന്നാണ് പറയുന്നത്. വി മസ്റ്റ് ട്രാൻസ്പോർട്ട് അവർ സെൽസ് ടു ഹിസ് ടൈം. ഓക്കെ, എന്നിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹചര്യം, അന്നത്തെ ഓഡിയൻസ് ഏത് തരത്തിലുള്ള ആളുകളായിരുന്നു, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ വാണ്ട്സ് എന്തായിരുന്നു, അവരുടെ നീഡ്സ് എന്തായിരുന്നു, ഏത് രീതിയിലാണ് ഈ റൈറ്റർ അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തത്, ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ അവരെ സാറ്റിസ്ഫൈ ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹം അവർക്ക് വേണ്ട സാധനം സപ്ലൈ ചെയ്തത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് വേണം ഈ ഒരു റൈറ്റർ എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നോ അല്ലേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനുള്ളതാണ്. That which is easy at one time was difficult at another. In his point of view, a poet that constructs a mirror in the form of art to reflect the social conditions of that time is a poet of superior status. So, ഇപ്പോൾ നമ്മൾ ഓരോ പോയിറ്റിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ കാലഘട്ടത്തെ മനസ്സിലാക്കിയിട്ട് വേണം അനലൈസ് ചെയ്യാൻ. കാരണം അന്നത്തെ കാലഘട്ടത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം ചിലപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് ബ്യൂട്ടിഫുൾ ആയിക്കൊള്ളണമെന്നില്ല. അത് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് അയാളുടെ എഴുത്ത് മോശം എന്ന് പറയാൻ പറ്റില്ല. അണ്ടർസ്റ്റാൻഡ്? സോ ആ ഒരു കാലഘട്ടം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയ കാലഘട്ടം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു പോയിറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ജോൺസൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ രീതിയിലാണ് ജോൺസൺ റൈറ്റേഴ്സിനെയൊക്കെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു അനലൈസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതിയുടെ പേരാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നുള്ളത്. ഓക്കെ, സോ ഡ്യൂ കൺസിഡറേഷൻസ് ഓഫ് ദി റൈറ്റേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ക്രിറ്റിസിസം. ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് നമ്മൾ ക്രിറ്റിസിസത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു റൈറ്ററുടെ സാഹചര്യം, അയാൾക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അയാളെ ഒരു ജഡ്ജ് ചെയ്യാൻ. ഓക്കെ,
So Johnson estimates the authors he discusses after making a careful study of the times in which they lived. So ഒരാൾ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്തതിന് മാത്രമായിരുന്നു അദ്ദേഹം ഒരു റൈറ്ററെ അദ്ദേഹം ജഡ്ജ് ചെയ്തത്. ഓക്കെ, സോ ഷേക്സ്പിയേഴ്സ് പ്ലേസ് ഹാവ് എ ലോട്ട് ഓഫ് സീൻസ് ഓഫ് വയലൻസ് ബിക്കോസ് ദി അൺകൾച്ചേർഡ് ഓഡിയൻസ് നീഡഡ് സച്ച് സീൻസ്. ഇപ്പോൾ ഷേക്സ്പിയറെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഷേക്സ്പിയറുടെ ആളുകൾ പക്ഷേ ഷേക്സ്പിയറുടെ നാടകത്തെ വിമർശിക്കുന്നത് അതിനകത്ത് ഒരുപാട് വയലൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അതിനെ ജോൺസൺ അതിനെ ഷേക്സ്പിയറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, ഷേക്സ്പിയറിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഷേക്സ്പിയറുടെ നാടകത്തിൽ വയലൻസ് ഉണ്ടാവാം, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിന് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, they need, maybe they were a little bit uncultured people, the audience, so they needed these kinds of violence in the plays, otherwise they cannot enjoy the play. So അവരുടെ നീഡ് എന്തായിരുന്നു, അതിനനുസരിച്ചുള്ള സാധനമാണ് ഷേക്സ്പിയർ സപ്ലൈ ചെയ്തത്. ഓക്കെ, സോ ഇൻ ദാറ്റ് സെൻസ് ഷേക്സ്പിയർ വാസ് സക്സസ്ഫുൾ അക്കോർഡിംഗ് ടു ജോൺസൺ. ഓക്കെ, ആൻഡ് ദെൻ പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കൂ. മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ് ഈസ് ജഡ്ജ്ഡ് വിത്ത് എ ഫുൾ നോളജ് ഓഫ് ദി handicaps he had to face. Johnson wrote, his great works were performed under discountenance and in blindness, but difficulties vanished at his touch. The same criterion was used to assess Dryden, Addison and others. So, Johnson is thus a historical ക്രിട്ടിക്. ഇതുകൊണ്ട് ജോൺസൺ നമുക്ക് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക് എന്ന് പറയാം. എല്ലാവരെയും അവരുടെ ചരിത്രം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു അദ്ദേഹം അനലൈസ് ചെയ്തിരുന്നത്. ഇപ്പോൾ മിൽട്ടൻ്റെ ഈ മറ്റുള്ള, ഫോർ എക്സാമ്പിൾ ലിസിഡാസിനൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ മിൽട്ടൻ്റെ നല്ല ക്വാളിറ്റിയെ ജോൺസൺ പറയുന്നുണ്ട്. അതിന് പാരഡൈസ് ലോസ് അതിൻ്റെ എക്സാമ്പിൾ. പാരഡൈസ് ലോസ് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പം പാരഡൈസ് ലോസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹം ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മിൽട്ടണെ ജഡ്ജ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് അതുപോലെ അദ്ദേഹം ഇത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇവിടെ നോക്കൂ, ഹിസ് ഗ്രേറ്റ് വർക്ക്സ് വെർ പെർഫോംഡ് അണ്ടർ ഡിസ്കൗണ്ടനൻസ്, വിച്ച് മീൻസ് ദാറ്റ് ഒരുപാട് എതിർപ്പുകളുള്ള സമയത്ത്, ഇപ്പോൾ ലിറ്ററേച്ചറിനെതിരെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പ്യൂരിറ്റൻ പീരീഡിലാണല്ലോ എഴുതുന്നത്, ഒരുപാട് ലിറ്ററേച്ചറിനെതിരെ ഒക്കെ പല മൂവ്മെൻറ്റും നടക്കുന്ന സമയത്ത് എഴുതുന്നു എന്നുള്ളൊരു കാര്യം. ദെൻ അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം അതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഹാൻഡിക്യാപ്സിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടാവണം അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. സോ എനിവേ ഇത്തരം ഡിഫിക്കൽട്ടീസ് എല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൊണ്ട് അദ്ദേഹം വാനിഷ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, അതിനൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് വെൻ വി അനലൈസ് മിൽട്ടൺ. ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഡ്രൈഡനെയും അഡിസനെയും ഒക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യാന്ന് മാത്രം പറയാനില്ല, ദിസ് ഈസ് ഹൗ ഹി അനലൈസസ്. സോ ഹി ഈസ് ഓഫ് കോഴ്സ് എ ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക് ആൻഡ് ദ അപ്രോച്ച് ഹി ഹാഡ് വാസ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. ഓക്കെ, ദെൻ ജോൺസന്റെ അഭിപ്രായം പോയട്രിയെ കുറിച്ച് എന്താണെന്നുള്ളത് നോക്കാം. In his work, Life of Milton, he makes the most crucial insight about poetry in a single sentence. Poetry is the art of uniting pleasure with truth by calling imagination to help of reason. So, അദ്ദേഹം ലൈഫ് ഓഫ് മിൽട്ടൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്റർ, ഈ ഒരു ദ ലൈഫ്സ് ഓഫ് ഇംഗ്ലീഷ് ദ എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിനകത്തുള്ള ഈ ഒരു ചാപ്റ്റർ, പെർട്ടിക്കുലർ ചാപ്റ്റർ ലൈഫ് ഓഫ് മിൽട്ടൺ, അതിനകത്ത് അദ്ദേഹം പോയട്രിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പറയുന്നത് പോയട്രി ഈസ് ദ ആർട്ട് ഓഫ് യുണൈറ്റിംഗ് പ്ലഷർ വിത്ത് ട്രൂത്ത്. പ്ലഷറും ട്രൂത്തും തമ്മിൽ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് എഴുതുന്ന ആ ഒരു രീതിയാണ് പോയട്രി എന്ന് പറയുന്നത്. സോ അതിനകത്ത് പോയട്രിനകത്ത് എന്തുണ്ടാവേണ്ടതുണ്ട്, പ്ലഷർ ഉണ്ടാവേണ്ടതുണ്ട്. കേവലം പ്ലഷർ മാത്രം ഉണ്ടായാൽ പോരാ, അതിനകത്ത് സംതിങ് വി ഷുഡ് ഗെറ്റ് ഫ്രം ദ പോം. ഓക്കെ, സം കൈൻഡ് ഓഫ് ട്രൂത്ത് ഷുഡ് ബി ദെയർ ഇൻ ദ പോം. ഇപ്പോൾ രണ്ടും വേണം. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റി, അതിൻ്റെ ഒരു മിക്സിങ് ആയിരിക്കണം യഥാർത്ഥത്തിൽ നല്ലൊരു കവിത എന്നുള്ളതാണ്. സോ അതിനകത്ത് ഇമാജിനേഷൻ ഉണ്ടാവണം, റീസൺ ഉണ്ടാവും. സോ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഓക്കെ, സോ കാരണം റീസൺ എന്ന് പറയുന്നത് യുക്തിയാണ്, നമുക്കറിയാം. ആ യുക്തിയെ നമ്മൾ ഇമാജിനേഷനിലൂടെ വേണം പറയാം. രണ്ട് സാധനമാണ്, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ യുക്തിയായിട്ട് ബന്ധമില്ലാത്ത കാര്യമായിരിക്കാം. സോ എന്നാൽ അത് രണ്ടും മിക്സ് ചെയ്യണം വളരെ പ്രോപ്പറായിട്ട് എന്നുള്ളതാണ്.
Okay, imagination and reason. So the definition contains the nature of the poetic art and also its function. Its nature is um, it imitates truth and life. So പോയട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൂത്തും അതുപോലെ ലൈഫും, സോ റിയാലിറ്റി, ഈ ഒരു സാധനമായിരിക്കണം കവിതയിലൂടെ വരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു ഗിവ് പ്ലഷർ. ദ ഇമിറ്റേഷൻ ഓഫ് ട്രൂത്ത് ഈസ് ഗൈഡഡ് ബൈ റീസൺ. എനിവേ ദ ഫങ്ഷൻ ഓഫ് പോയട്രി ഈസ് നോട്ട് ഓൺലി ദിസ് ട്രൂത്ത് ആൻഡ് ഓൾ, ബട്ട് പ്ലഷർ. പ്ലഷർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ ഇറ്റ് കംസ് ടു പോയട്രി. സോ ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു ഗിവ് പ്ലഷർ. ആൻഡ് സോ നമ്മൾ ഈ ഒരു ട്രൂത്ത് എന്നാൽ അതിനകത്ത് ഉണ്ടാവണം. ആൻഡ് അറ്റ് ദ സെയിം, ഈ ട്രൂത്ത് നമ്മൾ പറയുന്നത് റീസണബിൾ ആയിട്ട് വേണ്ടത് പറയാം. യൂസിങ് റീസൺ യു ഷുഡ് എക്സ്പ്ലെയിൻ ദ ട്രൂത്ത്. ഓക്കെ, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ലോജിക്കിന് നിരക്കുന്ന രീതിയിൽ വേണം ഈ ട്രൂത്തിനെ നമ്മൾ കവിതയിലൂടെ പറയാനെന്നുള്ള. ആൾദോ ദർ ഈസ് നോ ഒബ്വിയസ് ഇൻഡിക്കേഷൻ ഓഫ് പോയട്രീസ് മോറൽ പർപ്പസ്, ജോൺസൺസ് ഫീൽ ഇറ്റ് ഹാസ് എ ഹയർ പ്ലേസ് ഇൻ പോയട്രി ദാൻ ഇറ്റ്സ് എബിലിറ്റി ടു ഡിലൈറ്റ്. ബട്ട് എനിവേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആണ്. നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്ലഷർ വേണം എന്ന് പറയുന്നത്, അതേ സമയത്ത് അതിനകത്ത് പിന്നെ എന്താ പറയുക, ട്രൂത്ത് വേണം, ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ വേണം. അത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ഹി ഹാസ് ഗോട്ട് സം മിക്സഡ് ഫീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അബൌട്ട് പോയട്രി. സോ ഇവിടെ അദ്ദേഹം മോറൽ പർപ്പസിനെ കുറിച്ച് പറയുന്നില്ല, എന്നാൽ അറ്റ് ദ സെയിം ടൈം തന്നെ മൊറാലിറ്റി വേണമെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മൊറാലിറ്റി ഹാസ് എ ഹയർ പ്ലേസ് ഇൻ പോയട്രി എന്ന് അദ്ദേഹം പറയുന്നത്. മൊറാലിറ്റി വേണമെന്നല്ലോ. ഓക്കെ, ഇറ്റ് ഹാസ് ഗോട്ട് ഹയർ പ്ലേസ് ഇൻ പോയട്രി ദാൻ ഇറ്റ്സ് എബിലിറ്റി ടു ഡിലൈറ്റ്. ഡിലൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിൻ്റെ അപ്പുറത്തേക്ക് മൊറാലിറ്റി വേണമെന്ന് അദ്ദേഹം പറയുന്നത്. അത് മൊറാലിറ്റിക്ക് ഒരു സ്ഥാനമുണ്ട്, നിർബന്ധമായിട്ട് വേണമെന്നല്ല പറയുന്നത്, മൊറാലിറ്റിക്ക് അതിലൊരു സ്ഥാനമുണ്ട് കവിതയിൽ നിന്നുള്ളതാണ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഹി ഈസ് കൈൻഡ് ഓഫ് സപ്പോർട്ടിങ് ദിസ് മൊറാലിറ്റി ഇൻ പോയട്രി. ദെൻ ദ ഗോൾ ഓഫ് റൈറ്റിംഗ് ഈസ് ടു ഇൻസ്ട്രക്ട്. ഓക്കെ, അതും ഇദ്ദേഹം പറയുന്നു. Johnson said in the preface to Shakespeare, poetry, which is an imitation of life, ideals not only with the particular but also with the universal. So poetry imitation of life ആണ്. അതിനകത്ത് നിങ്ങളൊരു പർട്ടിക്കുലർ സാധനത്തെ അല്ല ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ബട്ട് യൂണിവേഴ്സലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു സാധനം ഒരു ഇൻസ്ട്രക്ഷണൽ രീതിയിലാകുമ്പോഴാണ് അത് യൂണിവേഴ്സലാകുന്നത്. ഇപ്പം നിങ്ങളൊരു പ്രത്യേക ഒരു കാലഘട്ടത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം റെലവൻ്റ് ആയിട്ടുള്ളൊരു സാധനം എഴുതുകയാണെങ്കിൽ അത് അത്ര തന്നെ ഒരു ഇൻസ്ട്രക്ഷണൽ അല്ല. കാരണം അത് ആ ഒരു പർട്ടിക്കുലർ ഏജിൽ മാത്രം അതിന് പ്രാധാന്യമുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് റെലവൻസ് ഇല്ല. പക്ഷേ കവിത ബ്യൂട്ടിഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു എന്താ പറയുക, അതൊരു യൂണിവേഴ്സലാവണം. എല്ലാ കാലഘട്ടത്തിലും അതിന് പ്രാധാന്യമുള്ള രീതിയിലായിരിക്കണം കവിത എഴുതുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷണൽ സാധനമാകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാ കാലഘട്ടത്തും അതിന് പ്രാധാന്യം ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ അതൊരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അത് ഇമിറ്റേഷൻ ഓഫ് ലൈഫാണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ അതൊരു പെർട്ടിക്കുലർ ആകരുത്, അതാണ് യൂണിവേഴ്സൽ ആവണം. പോയട്രി ഷുഡ് നോട്ട് ബി പെർട്ടിക്കുലർ, ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ. പെർട്ടിക്കുലർ ആകുമ്പോൾ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ മാത്രം റെലവൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രാധാന്യം കവിതയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഇദ്ദേഹം വിശ്വസിച്ചു, സാമുവൽ ജോൺസൺ വിശ്വസിച്ചു എന്ന് പറയാം. He thinks the epic superior to all other forms of verse because epic teaches the different shades of virtue and vice by relating to great events. He was not much impressed by the pastoral and the pindaric odes. ഇദ്ദേഹം എപ്പിക്കിനെ സുപ്പീരിയർ ആണെന്ന് വിശ്വസിച്ച ആൾ തന്നെയാണ്. ഡ്രൈഡനെയൊക്കെ പോലെ തന്നെ എപ്പിക് നല്ല ഒരു ജോൺറയാണ്. അവിടെ അദ്ദേഹം ഈ ഒരു പാസ്റ്ററൽ എന്ന് പറയുന്ന സാധനം, അതുപോലെ ഓട്, പിൻറ്റാരിക് ഓട് എസ്പെഷ്യലി, ഇതൊന്നും അതിന് വലിയ താല്പര്യമില്ല. ഓക്കെ, അതിൻ്റെ പാസ്റ്ററൽ എലിജിയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? പാസ്റ്ററൽ എലിജി എസ്പെഷ്യലി മിൽട്ടൻ്റെ ലിസിഡാസ് എന്ന് പറയുന്ന പാസ്റ്ററൽ എലിജി ഭയങ്കര പോപ്പുലർ സാധനം. പക്ഷേ ജോൺസൺ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, ജോൺസൺ ഡിഡ് നോട്ട് ലൈക്ക് മിൽട്ടൺസ് ലിസിഡാസ്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ഹി ഡിഡ് ലൈക്ക് മിൽട്ടൺസ് ലിസിഡാസ് ആസ് ഇറ്റ് ഈസ് എ പാസ്റ്ററൽ ആയ കാരണം കൊണ്ട് അദ്ദേഹം മിൽട്ടൻ്റെ ലിസിഡാസ് എന്ന് പറയുന്ന ഒരു കവിതയുടെ പേരാണ് കേട്ടോ ലിസിഡാസ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. He felt that in the pastorals, fictitious images and sentiments were shown. ഇപ്പം പാസ്റ്ററൽ എലിജി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പോയട്രി ആണ്. ഓക്കെ, ഒരു ജോൺറയാണ്. എലിജി എന്ന് പറയുന്ന കവിതകൾ നമുക്കറിയാലോ, ഒരാൾ മരിച്ച ആളുടെ അതിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ എഴുതുന്ന കവിത എലിജി. ആൻഡ് എലിജിയിൽ തന്നെ പെട്ട മറ്റൊരു വിഭാഗമാണ് ഈ പാസ്റ്ററൽ എലിജി എന്ന് പറയുന്നത്. അത് ഈ ഒരു മരിച്ച
ആളെക്കുറിച്ച് എഴുതുന്ന കവിത തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളത് എഴുതുന്ന ആൾ ആരാണോ മരിച്ചത്, ആ മരിച്ച വ്യക്തിയെ ഒരു ആട്ടിടയൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് പറയുക. മരിച്ച ആൾ ഒരു ആട്ടിടയനായിരിക്കും, ആ മരിച്ച ആളെ ഓർത്ത് ദുഃഖിക്കുന്ന ആളും ആട്ടിടയനായിരിക്കും. ഒരു ആട്ടിടയൻ്റെ പോലെ അഭിനയിച്ചുകൊണ്ട് അവരെ അതായി മാറിയിട്ടാണ് നമ്മൾ കവിത എഴുതുന്നത്. നമ്മൾ മരിച്ച ആൾ ആട്ടിടയനായിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു എന്ന് വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യും, ഞാൻ അയാളെ നേരിട്ട് അയാളുടെ പേര് വിളിച്ച് അയാളുടെ മരണത്തിൽ വിലപിച്ചു കവിത എഴുതാതെ അയാളെ ഒരു ആട്ടിടയനായിട്ട് അങ്ങോട്ട് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഞാനും എഴുതുന്ന ഞാനും എൻ്റെ ഒരു സുഹൃത്തായ മറ്റൊരു ആട്ടിടയനാണത്. അപ്പം അങ്ങനെ ആ രീതിയിൽ എഴുതുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ഈ പാസ്റ്ററൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. പേര് പാസ്റ്ററൽ എന്ന് വരാനുള്ള കാരണം. അപ്പോൾ അത് നാടോടി അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഗ്രാമീണതകളൊക്കെ നിറഞ്ഞിരിക്കുന്ന സാധനങ്ങളായിരിക്കാം. അത് അവരുടെ നാടോടി കഥകളും കുറേ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാകും. കുറേ ഫിക്റ്റീഷ്യസ് ആയിരിക്കും അത്തരം കവിതകൾ. ഇല്ലോജിക്കലായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അത്തരം കവിതകളിൽ വരും. ഓക്കെ, സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് ഭയങ്കര ഓവർ ഫിക്റ്റീഷ്യസ് ആണ്, ഇത് ഓവർ സെൻറ്റിമെൻ്റൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ജോൺസൺ ഒരു മിൽട്ടനെ ഇതിൽ വിമർശിക്കുന്നത്. ഓക്കെ, പക്ഷേ ലിസ്ഡാസ് ആക്ച്വലി ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഫോം. ഒരുപാട് ആളുകൾ ബ്യൂട്ടിഫുൾ ആണ്, വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ കവിതയാണ് ജോൺസൺ ഇഷ്ടപ്പെടാതിരുന്നത്. ഇനി മിൽട്ടൻ്റെ വിശ്വാസമോ അങ്ങനെ എന്തെങ്കിലും കാര്യം ജോൺസനെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, മിൽട്ടൺ ഒരു പ്യൂരിറ്റനായിരുന്നു, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ബട്ട് മിൽട്ടൻ്റെ ചില നല്ല ക്വാളിറ്റീസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താനും. ഓക്കെ, സോ പിന്നെ അപ്പോൾ ഇതൊരു സെൻറ്റിമെൻ്റലാണ്, ഫിക്റ്റീഷ്യസ് ആണെന്ന് പറയുന്ന കാര്യം കൊണ്ട് ഈ പാസ്റ്ററൽ എലിജി അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് പിന്നെ മറ്റൊരു കാര്യമാണ് അതിനകത്ത് പറയുന്നത്, ദേ ആൾസോ ഹാഡ് അലിഗറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് വർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഈ കവിതകളിൽ കുറേ അലിഗറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ അലിഗറിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ഈ കുറേ ഇമേജുകളൊക്കെ വെച്ചിട്ട് എഴുതുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരു പിന്നെ റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു യഥാർത്ഥ ഒരു പേഴ്സണെ ഉദ്ദേശിച്ചുകൊണ്ട് ചില സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടാകും. ഇറ്റ് മൈറ്റ് എ ക്യാരക്ടർ ഇൻ ദിസ് പോം മൈറ്റ് റെപ്രസെൻ്റ് എ ക്യാരക്ടർ ഇൻ റിയൽ ലൈഫ്. അതാണ് അലിഗോറിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് മിൽട്ടൻ്റെ കവിതകളിലുണ്ട്. ഓക്കെ, ആൻഡ് അപ്പം അതും ഒരു ആളുകൾക്ക് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അലിഗറിക്കൽ ഒക്കെ ആകുന്ന സമയത്ത്. ഓക്കെ, ഈ ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം ഒക്കെ അതിൻ്റെ എക്സാമ്പിൾ അലിഗറിക്കലാണ്. അപ്പോൾ അതിനകത്തുള്ള ആനിമൽസാണ് ക്യാരക്ടേഴ്സ്. പക്ഷേ ഈ ആനിമൽസൊക്കെ ഒരു റിയൽ ലൈഫിലുള്ളൊരു യഥാർത്ഥ മനുഷ്യന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഈ ഓരോ ആനിമലും. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ അലിഗറിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസ്റ്ററൽ പോംസ് കുറേ അലിഗറിക്കലായിരുന്നു. ആ കാര്യം കൊണ്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നില്ല ജോൺസൺ. Okay, then Johnson considered rhyme as essential to English verse. He wanted each line of the verse to stand alone and preferred the heroic couplet to all other stanza forms. He calls it the music of the English heroic line. അപ്പോൾ അദ്ദേഹം റൈമിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കവിതയിൽ ജോൺസൺ. ഓക്കെ, എന്നാൽ ഈ മിൽട്ടനെ പോലെയുള്ള റൈറ്റേഴ്സ് റൈമിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മിൽട്ടൺ അദ്ദേഹം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ആയിരിക്കാം. ഓക്കെ, അപ്പോൾ റൈമിന് നല്ല പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഹീറോയിക് കപ്ലെറ്റ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റാൻസ ഫോമാണ്. ഓക്കെ, ഹീറോയിക് കപ്ലെറ്റ് എന്ന് പറയുന്നത് 2 ലൈൻ ഒരേ രീതിയിൽ റൈം ചെയ്യും. അത് അയാംബിക് പെൻഡാമീറ്റർ ലൈൻ ആകും വേണം. ഓക്കെ, അയാംബിക് പെൻഡാമീറ്റർ ലൈൻ ഒരേ സൗണ്ടിൽ അവസാനിപ്പിക്കുന്ന 2 ലൈനുകൾ അടുപ്പിച്ച് വരും. ഓക്കെ, അപ്പോൾ അതാണ് എ എ ബി ബി സി സി എന്ന് പറഞ്ഞ രീതിയിൽ. സോ അതാണ് ഒരു കപ്ലെറ്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ രീതിയാണ് അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രീതി. ഓക്കെ, അദ്ദേഹം അതിനെ വിളിച്ച പേര് ഇതാണ്, ദ മ്യൂസിക് ഓഫ് ദി ഇംഗ്ലീഷ് ഹീറോയിക് ലൈൻ, ഹീറോയിക് കപ്ലെറ്റ്. എക്സാമിനൊക്കെ ചോദിച്ചേക്കാം പക്ഷേ. ഹീ ഡി നോട്ട് വാണ്ട് ദ വേഴ്സ് ടു ബി ഡിസ്റ്റർബ്ഡ് ബൈ എനി എൻജാബ്മെൻറ്റ്. പിന്നെ അതുമല്ല, അപ്പോൾ ഈ ഒരു വരി ഇങ്ങോട്ട് എഴുതുന്ന സമയത്ത് അവിടെ ആ വരി അങ്ങോട്ട് തീരണം, ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയണം, നിൽക്കാൻ പറ്റണം. എൻജാബ്മെൻറ്റ് ഉണ്ടാകരുത്. റൺ ഓൺ ലൈൻസ് എന്നാണ് എൻജാബ്മെൻറ്റിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മളൊരു പിന്നെ ഒരു കവിതയിലുള്ള ഒരു വരി എഴുതിയിട്ട് പിന്നെ എന്താ ചെയ്യരുത്, പിന്നെ ഒരു സെൻറ്റൻസിൻ്റെയൊക്കെ പകുതിക്കൽ വെച്ചിട്ട് ലൈനും ബ്രേക്ക് ആക്കിയിട്ട് അത് മുറിച്ചിട്ട് ആ ഒരു വരിയുടെ ബാക്കി അടുത്ത ലൈനിൽ വരുന്ന രൂപത്തിൽ വരരുത്. അണ്ടർസ്റ്റാൻഡ്? ഓരോ ലൈനും ആ ലൈനോട് കൂടിയിട്ട് ആ സെൻറ്റൻസ് തീരണം. അത് തീരുന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്കി അടുത്ത ലൈനിൽ വരും. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതിനെയാണ് നമ്മൾ റൺ ഓൺ ലൈൻ എന്ന് പറയുക. റൺ ഓൺ ലൈൻ അതിൻ്റെ മറ്റൊരു പേരാണ് എൻജാംബ്മെൻറ്റ്. ഇപ്പോൾ എൻജാംബ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ,